ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. നമ്മുടെ മക്കൾക്ക് ഒരു സ്റ്റാമിന സേവർ ഉണ്ടാക്കിയാലോ. 2.5 കിലോ നെല്ലിക്ക ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ പുഴുങ്ങിയെടുത്ത് അങ്ങനെ അരിച്ചുണ്ടാക്കുമ്പോൾ തന്നെ മണ്ണലിന്റെ തരിയൊക്കെ കാണുന്നുണ്ട്. 100 ഗ്രാം നിലക്കടലയാണ് 2.5 കിലോ. ബേബി മിണ്ടാതിരിക്കോ, മമ്മി ഒന്ന് വോയിസ് പറയട്ടെ, ആളുകൾക്ക് അറിയാൻ പറ്റും. ഇത് നല്ലോണം തിളച്ചിങ്ങനെ പൊള്ളി പോകും നമ്മുടെ കൈയൊക്കെ. അപ്പൊ നമ്മുടെ ലേഹ്യമൊക്കെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. വെക്കേഷന്റെ തൊട്ട് മുൻപായിട്ടാണ് ഞാൻ ഇവിടെ അലന് കാൽസ്യക്കുറവ് ഉണ്ടായിട്ടൊരു ലേഹ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് അവന് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാല് അവന് അത്രയും ഹെൽപ്പായിട്ടുണ്ട് കേട്ടോ. അവന് പല്ല് പൊട്ടിപ്പോരുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാലിന് വേദന, അവന് മുടിക്ക് തിക്ക് കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവന് ഹെൽത്തിന്. നമുക്ക് പൊതുവെ കാണുമ്പോൾ സാധാരണ കുട്ടികൾ മുട്ടായി കഴിച്ചിട്ടാണ്, ഭക്ഷണം കഴിക്കൽ കുറവുകൊണ്ടാണ്, കാൽസ്യക്കുറവുകൊണ്ടാണ് എന്നൊക്കെ പറയാം. അതൊക്കെ തന്നെയാണ് സംഭവം. എല്ലാത്തിനും കൂടെ ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നെല്ലിക്ക വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു ലേഹ്യ രൂപത്തിൽ നമ്മുടെ മക്കൾക്ക് രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കാം. 10 മണി 11 മണി, അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിന്റെ 6 മണിന്റെ ഉള്ളിലായിട്ട് കൊടുക്കാം. അതിന്റെ കൂടെ ഒരു ഗ്ലാസ് പാല് കൊടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഒരു പാല് കൊടുക്കുന്ന ഒരാളൊന്നുമല്ല, എന്നാൽ കൂടെ അത് അവന് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അവന് പല്ല് പൊട്ടിപ്പോകുന്നത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുടിക്ക് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, ബ്ലാക്ക് ഹെയർ ആയിട്ട് വന്നിട്ടുണ്ട്. നെല്ലിക്കന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഞാൻ കാലുവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവന് കുറെ സമയം, നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് സമയം കളിക്കുന്നവരാണ് കുട്ടികള്. അപ്പൊ അങ്ങനെ കളിച്ചു വരുന്ന സമയത്തൊക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ, സൈക്കിളൊക്കെ ഉപയോഗിക്കുന്ന ദിവസങ്ങളിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അവന് കാലുവേദന ഉണ്ട്, പെയിൻ ഉണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പൊ അതിനൊക്കെ നല്ലപോലെ മാറ്റമുണ്ട്. നല്ലതുപോലെ ധാരാളമായിട്ട് ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അവര്. നമ്മൾ കൊടുക്കുന്ന ഫുഡൊക്കെ അവർ ധാരാളമായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ലേഹ്യം കൊടുത്ത 1 അരമണിക്കൂർ കഴിഞ്ഞാൽ അപ്പോൾ വിശക്കും. പിന്നെ ദഹനം ഉണ്ടാവുന്നുണ്ട് ഇവർക്ക്. ഈ നെല്ലിക്ക കഴിച്ചതിന്റെ ഗുണമാണ്. നെല്ലിക്ക പച്ചക്ക് കൊടുക്കാനായിരുന്നു എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ആയുർവേദത്തിന്റെ ഡോക്ടറായിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നെല്ലിക്ക പച്ചക്ക് ഒരിക്കലും അവർ കഴിക്കുന്നില്ല. അതും അപ്പോഴാണ് ഞാൻ ലേഹ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഒരു 3 മാസത്തോളം 2 കിലോ നെല്ലിക്ക വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത് അവർക്ക് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ഞാൻ നെല്ലിക്ക വാങ്ങിയിട്ട് ഇത് തയ്യാറാക്കി എടുക്കുകയാണ് ഇപ്പോൾ. അതിന്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. 2.5 കിലോ നെല്ലിക്കയിലേക്ക് ഞാൻ 2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഒത്തിരി പുളി ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാൻ കഴിയില്ല, മക്കൾക്ക് കഴിക്കാൻ കഴിയില്ല, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചോളൂ. ഞാൻ ഒരു സ്റ്റീലിന്റെ സാധാരണ എടുക്കുന്ന ചോറ് വെക്കാൻ എടുക്കുന്ന ഒരു സ്റ്റീലിന്റെ കലം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്കൊന്ന് അടുക്കി വെച്ച് കൊടുത്തിട്ട് പാനിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈ കലത്തിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്കാണ് ശർക്കര ഇട്ട് കൊടുക്കുന്നത്. ശർക്കരയില് കല്ലും മണ്ണും ചെളിയെല്ലാം ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പാനിയാക്കി എടുക്കുന്നത്. പിന്നെ ഇതില് ചാക്കിന്റെ ഒക്കെ നൂലൊക്കെ കാണാറുണ്ട് പലപ്പോഴും. ചില അച്ചിലിപ്പ തന്നെ, ശർക്കരയുടെ അച്ചിലിപ്പ തന്നെ കാണുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, ശർക്കര ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാനിയാക്കി എടുക്കുന്നത്. നമുക്ക് അടുപ്പിൽ തീയൊക്കെ ഇപ്പൊ നല്ലതുപോലെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശർക്കര ഒന്ന് പാനിയായിട്ട് വരട്ടെ. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ പാനിയാക്കാൻ വെച്ചിട്ടുള്ള ശർക്കരയൊക്കെ നല്ലതുപോലെ പാനിയായിട്ടുണ്ട് കേട്ടോ. ശർക്കര എല്ലാം അലിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് ഇപ്പൊ ശർക്കരന്റെ കട്ടയൊന്നുമില്ല, പക്ഷെ ഇതില് ഇങ്ങനെ അരിച്ചുണ്ടാക്കുമ്പോ തന്നെ മണ്ണലിന്റെ തരിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഞാനിവിടെ 2.5 കിലോ നെല്ലിക്ക ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വേവിച്ചിട്ടൊന്നുമില്ല, കാരണം ഇതിന്റെ കുരു ഒന്ന് ജസ്റ്റ് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നെല്ലിക്ക ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പുഴുങ്ങിയെടുത്തിട്ടുള്ള നെല്ലിക്ക
നെല്ലിക്കയിൽ കുറെ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പൊ വെള്ളം ഒരിക്കലും കളയരുത്. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഈ നെല്ലിക്കയും ശർക്കരയും കൂടെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ഈ വെള്ളം നമ്മൾ അതിൽ ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കുന്നതാണ്. ഫസ്റ്റ് ഈ വെള്ളം നമുക്ക് ഞാൻ ഈ ഉരുളിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഈ വെള്ളം മാത്രം ഉരുളിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഉരുളിയൊക്കെ ഞാൻ കഴുകി ഡ്രൈ ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പൊ നെല്ലിക്ക ഇത് ഉണ്ടാക്കി വെച്ചിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിവിടെ നിലക്കടല എടുത്തിട്ടുണ്ട്. 200 ഗ്രാം നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. 2.5 കിലോ നെല്ലിക്കയിലേക്ക് 200 ഗ്രാം നിലക്കടല മതി കേട്ടോ. അപ്പൊ ഈ നിലക്കടല ഞാൻ കഴുകി ഡ്രൈ ആക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നിലക്കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളം ചേർത്തിട്ടല്ല, ഈ നെല്ലിക്ക തിളപ്പിച്ചെടുത്തിട്ടില്ല, ഈ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇത് ജസ്റ്റ് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നിലക്കടല ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് അരച്ചെടുത്തതാണ്. അപ്പൊ നമ്മുടെ ഉരുളിയിലേക്കാണ് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ അടുപ്പിൽ ഇപ്പൊ തീ നല്ലോണം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ശർക്കര പാനിയൊക്കെ റെഡിയാക്കി എടുത്തതല്ലേ, ആ അടുപ്പത്തേക്കാണ് നമ്മുടെ ഉരുളി വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഇതിലുള്ളത് നെല്ലിക്കേന്റെ വെള്ളവും നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നിലക്കടലയും മാത്രമാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര പാനിയും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയാണ് നമ്മുടെ നെല്ലിക്ക കുരു കളഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് കണ്ടോ, കടല അത്രയും പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുത്തിട്ടില്ല കേട്ടോ. കടലയാണ് ഇതിൽ പോയി കിടന്ന് കളിക്കുന്നത്. കുക്കായി കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ ഓവറായിട്ട് പേസ്റ്റ് ആക്കി അരക്കാണ്ട വെച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ നെല്ലിക്ക ഓരോന്നെടുത്തിട്ട് ഞാൻ കുരു ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. പെട്ടെന്ന് കിട്ടും കേട്ടോ. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. കയ്യില് വെള്ളമൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിക്കണേ. ശർക്കരയും നെല്ലിക്ക മാത്രം പുഴുങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പുഴുങ്ങി വെക്കാറ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസത്തോളം അത് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. നല്ലോണം വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചേർക്കാണ്ട് തന്നെ കേട് കൂടാണ്ട് 2-3 മാസത്തോളം ഇരിക്കും. അത്രയും ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ നെല്ലിക്കന്റെ സീസണൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്തു വെക്കാം കേട്ടോ. പിന്നെ മക്കൾക്ക് ലേഹ്യം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് തേങ്ങാപ്പാലും ഇതുപോലെ നിലക്കടലയും ചേർത്തിട്ട് എടുക്കാവുന്നതാണ്. ലാസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഇപ്പൊ നെല്ലിക്കൊക്കെ ഇതിലേക്ക് ശർക്കരയും നെല്ലിക്കൊക്കെ ജോയിന്റ് ആയി നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആയി കിട്ടിയതിന് ശേഷം മാത്രമാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാതെ ഇരിക്കുന്നത്. കുറച്ചും കൂടെ റിച്ച് ആക്കിയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാന്നെങ്കിൽ ബദാമും പിന്നെ അതുപോലെ തന്നെ നവരരിയും ഒക്കെ ചേർക്കാട്ടോ ഇതിലേക്ക്. ഒരിക്കലും നെയ്യൊന്നും ചേർക്കരുത്, മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ. നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ. അതുകൊണ്ടാണ് ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ ചേർക്കണ്ട, തേങ്ങാപ്പാൽ മാത്രം ചേർത്തിട്ടുണ്ടാക്കുക. അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉള്ളത്. ഒരു ഓയിലും വേറെ നമ്മൾ ചേർക്കുന്നില്ല ഇതിലേക്ക്. അപ്പൊ നമ്മുടെ നെല്ലിക്കൊക്കെ ഇവിടെ ഞാൻ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചിട്ട് നമ്മുടെ ബേബി മിണ്ടാതിരിക്കോ, മമ്മി ഒന്ന് വോയിസ് പറയട്ടെ പ്ലീസ്. ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ നെല്ലിക്കൊക്കെ ഞാൻ ഇവിടെ കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന്
അരച്ചതിന് ശേഷം നമ്മുടെ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ല എങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്മാഷർ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കലാണ് പതിവുള്ളത്. അപ്പൊ നമ്മുടെ ശർക്കരപ്പാനിയും നിലക്കടലയും കൂടെ ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള നെല്ലിക്ക ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ അല്ലാതെ ചേർത്ത് കൊടുക്കാം, മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് നെല്ലിക്ക എല്ലാം അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ കുക്കായി വന്നതിന് ശേഷം ഇത് സ്മാഷർ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മിക്സിയുടെ ജാറിൽ ഇതൊന്നിട്ട് കറക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ ശർക്കരപ്പാനിയോ നെല്ലിക്കൻ്റെ വെള്ളം ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് കുറച്ച് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് കറക്കിയെടുത്താൽ മതി. ചെറിയ ജാറിലൊക്കെ ഇട്ടിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യലാണ് ചെയ്യുന്നത്. കാരണം തെള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലേഹ്യമൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, ഇത് നല്ലോണം തിളച്ചിങ്ങനെ പൊള്ളി പോവും നമ്മുടെ കൈയൊക്കെ ഇളക്കുന്ന സമയത്ത്. അപ്പൊ നമ്മുടെ കയ്യിലേക്കൊന്നും തെള്ളി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഇവിടെ ഇട്ടുവെച്ച് നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്തെടുക്കാൻ പോവാട്ടോ. ഇത് തിക്കായി വരുമ്പോൾ മാത്രമേ ഉള്ളൂ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. കാരണം നെല്ലിക്ക നമ്മൾ അടിച്ചു കൊടുക്കാതിരുന്നാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് പോവാട്ടോ. നമുക്ക് എന്ത് ജോലിയും തയ്യാറാക്കാം, എന്ത് ജോലി വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പോവാട്ടോ. ഇപ്പോ ഞാൻ തന്നെ ഇത് ഇവിടെ വെച്ചിട്ട് അരമണിക്കൂറായി ഞാൻ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തു വന്നു. അപ്പോഴും ഇതേ വെള്ളം ഇതിലുണ്ട്. അപ്പൊ ഇത് വറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, വെള്ളമൊക്കെ വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും. അപ്പൊ നമ്മള് ഒരു ദിവസം 2 ദിവസമൊക്കെ എടുത്തിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോ ഒരു ദിവസം കൊണ്ട് തന്നെ ഫുൾ ടൈം ഇതിന്റെ പുറകെ നിൽക്കാണ്ട് തന്നെ നമുക്ക് മെല്ലെ 2-3 ദിവസം കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കാരണം ഒരു ദിവസം ഇങ്ങനെ ആക്കി വെക്കാം, എല്ലാവരും ഒന്നും കൂടെ ജസ്റ്റ് വെള്ളം വറ്റുന്നത് വരെ. എന്നിട്ട് ആവിയെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഇത് മൂടി വെക്കാം കേട്ടോ. ഇപ്പൊ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടോ. അപ്പൊ ഞാൻ കുട്ടികൾക്ക് ഫുഡ് കൊടുത്ത് വന്നു. അപ്പൊ തുടർച്ചയായിട്ട് നെല്ലിക്ക ഇങ്ങനെ മിക്സിയിൽ അരക്കാണ്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ഇതിന്റെ കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണ്ട കേട്ടോ. അതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അരച്ചെടുക്കുന്നതിലേറെ നല്ലത്, ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്. നമുക്കൊരു തവി കൊണ്ടോ സ്മാഷർ കൊണ്ടോ ഇതിങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റുന്നതാണ്. 2-3 ദിവസം വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഒരു ദിവസം ഇതിന്റെ ഒരു 1/4 ഭാഗം ഈ നെല്ലിക്ക വെള്ളം നല്ലോണം വറ്റുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇങ്ങനെ അടുപ്പത്ത് തുടർച്ചയായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് തീയോ കത്തിച്ചിട്ട് ഈസി ആയിട്ട് അപ്പുറത്തൊക്കെ ഇപ്പുറത്തൊക്കെ പോവുകയും ചെയ്യാം, നമ്മുടെ ജോലികൾ ബാക്കിയുള്ളത് തീർക്കുകയും ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ ഇത് മൂടി വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ആവിയൊക്കെ എല്ലാം കയറിയിട്ട് പാത്രത്തിന്റെ മൂടിയിൽ നിന്നിട്ട് ആ വെള്ളം അതിലേക്ക് കുറ്റി വീണ് പൂപ്പൽ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും എടുത്തിട്ട് കുക്ക് ചെയ്യാം. അതിലേക്ക് തേങ്ങാപ്പാലും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നമ്മൾ കഴിക്കുന്ന ലേഹ്യത്തിന്റെ രൂപത്തിലാവുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. ചൂടാറി കഴിഞ്ഞതിന് ശേഷം ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. തീ നല്ലോണം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും തിളച്ച് പൊങ്ങി പുറത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ ലേഹ്യം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ എല്ലാം അരച്ചെടുത്ത് നെല്ലിക്കൊക്കെ അരച്ചെടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നല്ലോണം തെറിച്ചിട്ട് പോകും. കാരണം തിളച്ച് അതിനൊരു കൊഴുപ്പല്ല തിക്കായിട്ടുള്ള ഇതായിരിക്കും. അപ്പൊ അതിങ്ങനെ നല്ലോണം തിളച്ചിട്ട് അതിന് ഉള്ളിൽ നിന്ന് എയർ പോകാൻ പറ്റാത്ത രീതിയിലാവുമ്പോൾ ബബിൾസ് വരുമ്പോൾ നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിച്ച് വീഴും കേട്ടോ. ഇതിപ്പോ ഉരുളിയിൽ നിറയെ ഉണ്ടായിട്ട് പോലും പുറത്തേക്കൊന്നും ആയിട്ടില്ല, പുറത്തേക്കൊന്നും തിളച്ച് പോകുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നെല്ലിക്കന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഒരു യെല്ലോ ഗോൾഡ് കളർ അല്ലേന്നോ, അപ്പൊ അതിലേക്കാളും ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്കൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഒരു തവി വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ. അപ്പൊ ഇനി സ്മാഷർ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും സമയം നല്ലതുപോലെ തീ കത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീ ഒരല്പം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കുറഞ്ഞ സമയത്താണ് ഞാനിത് ചെയ്തെടുക്കുന്നത്.
അപ്പൊ നിങ്ങളിങ്ങനെ ഉടച്ചു കൊടുക്കുന്ന സമയത്ത് കയ്യിലേക്കൊന്നും തെല്ലി പോവാതെ തെറിച്ച് വീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ. പാത്രമൊക്കെ തെന്നി പോകുന്നതൊന്ന് ശ്രദ്ധിക്കാം. കാരണം ഇതിപ്പോ ഇങ്ങനെയുള്ള അടുപ്പിലായതുകൊണ്ടും ഈ ഉരുളി ഇങ്ങനെ കറക്റ്റ് സ്പേസിൽ നിൽക്കുന്നത് കൊണ്ടും മാത്രമാണ് എവിടെ എടുക്കും തെന്നി പോവാണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ നെല്ലിക്ക ഉടച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് തിക്കായി വരുന്നുണ്ട്. അപ്പൊ ഇനി നല്ലോണം തീ കത്തിക്കാണ്ടിരിക്കുക, മെല്ലെ ചെറിയ തീയിലിട്ടുകാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല കേട്ടോ, മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ പാനിൽ അടുക്കി പിടിക്കുന്ന സംഭവങ്ങളൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണ്, ഇങ്ങനെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇതിൽ പാനിലൊന്നും ഒട്ടി പിടിച്ചിരിക്കാത്തത്. ഏകദേശം എല്ലാം ഉടച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ, അവിടെയും ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. ഇത് ഉടച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാല് എത്ര മധുരം നെല്ലിക്കയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും നെല്ലിക്കേന്റെ ഒരു പുളിപ്പ് അതിലുണ്ടാവും. അപ്പൊ നമ്മുടെ ശർക്കര പാനിയിൽ കടന്നിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നെല്ലിക്കയുടെ പുളിയില്ലാതെ ചവർപ്പില്ലാതെ കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉടച്ചു കൊടുക്കുന്നത്. ഇപ്പൊ വരാട്ടോ ബേബി. ഇങ്ങനെ തിക്കായിട്ട് പോലും തെള്ളി പോകുന്നൊന്നുമില്ല കേട്ടോ, പാനിൽ പിടിച്ചിരിക്കുന്നൊന്നുമില്ല. തീ നല്ലോണം കുറച്ചിട്ടുണ്ട്, എന്നാലും തീ കത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ല കനലിരിക്കുന്നത് കൊണ്ട് തന്നെ കണ്ടോ, പാനിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഇപ്പൊ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ തീ കുറച്ച് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിൽ ഉടയാതെ കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നെല്ലിക്കന്റെ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉടച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം അപ്പൊ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ സമയത്താണ് തേങ്ങ ചിരണ്ടി, 2 തേങ്ങ എടുക്കുന്നുണ്ട്. 2.5 കിലോയിലേക്ക് 2 തേങ്ങയുടെ പാലാണ് ഞാൻ എടുക്കുന്നത്. അത് 1-ാം പാല് 2-ാം പാല് അങ്ങനെ എടുക്കുന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് നെല്ലിക്ക കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ വെള്ളം ഇങ്ങനെ വറ്റിയപ്പോഴാണ് കൂടുതലായിട്ട് കാണാൻ പറ്റിയത്. കാരണം വെള്ളത്തിലാവുമ്പോൾ നമുക്ക് അത്ര കണ്ടീഷനിലായിട്ട് ഉടച്ചെടുക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഓരോന്നോരോന്ന് വിട്ടുപോയിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. എൻ്റെ കയ്യിൽ ചെറിയ തേങ്ങ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ 2 തേങ്ങ എടുക്കുന്നത്. അങ്ങനെ ഞാൻ 2 തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് കുറച്ച് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്, കാരണം പാല് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ചിരണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ പീസുകളാക്കി എടുക്കുകയും ചെയ്യാട്ടോ. ഇങ്ങനെയല്ല, ചെറിയ പീസുകളാക്കി എടുക്കുകയും ചെയ്യാട്ടോ. ഞാൻ ചെറിയ ജാറല്ല, വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഞാനത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ആയതുകൊണ്ടാണ് കേട്ടോ അത്രയും നിറച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അരച്ചിട്ട് വരാം. അരച്ചെടുത്ത തേങ്ങ ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്.
ചെറിയ ചൂടുവെള്ളമായിരുന്നു കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അരച്ചെടുക്കുന്ന സമയത്ത്. ഒരുപാട് വെള്ളം ചേർത്തിട്ട് പാല് പിഴിഞ്ഞെടുക്കണ്ട. നിങ്ങൾ വലിയ തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ഒരു തേങ്ങ തന്നെ മതിയാവും കേട്ടോ. ഇതിപ്പോ എൻ്റെ കയ്യിൽ വലിയ തേങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെറുത് 2 എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3/4 ലിറ്റർ തേങ്ങാപ്പാലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നല്ലതുപോലെ ഇതിൽ മിക്സ് ആക്കിയതിന് ശേഷം വേണം നമ്മളിത് ലേഹ്യത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, നമ്മുടെ നെല്ലിക്കന്റെ മിക്സിലേക്ക്. നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ നിന്ന് നാടൻ മഞ്ഞൾ വാങ്ങിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ വല്ലാണ്ട് തീ കത്താതെ കനലിലാണ് കേട്ടോ ഇപ്പോൾ കുക്കായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല ഡാർക്ക് കളർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും തിക്കായി നിൽക്കുന്ന പരുവത്തിലാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ. ഇതേപോലെ തന്നെ ഈ ഒരു പരുവത്തിൽ തന്നെ വീണ്ടും പെട്ടെന്ന് റെഡി ആയി കിട്ടും. പകുതി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ബാക്കി ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി പകുതിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സ് ആക്കിയതിന് ശേഷം വേണം തീ കത്തിക്കാന്. നല്ലതുപോലെ തീ കത്തിച്ചിട്ട് ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കാന്. നല്ല സ്മെല്ലാണ് കേട്ടോ ശർക്കരന്റെ. മറ്റേ നമ്മൾ ചേർത്തെടുത്തിട്ടില്ല നിലക്കടലേന്റെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ആ നിലക്കടല ഇതിൽ കുക്കായതുകൊണ്ട് നല്ലൊരു സ്മെല്ല് വേറെ വരുന്നുണ്ട്. ഇത് ഇരുന്നിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കറുത്ത കളറാവും കേട്ടോ. കറുപ്പ് നിറത്തിലാവും ഇതിന്റെ കളർ വരുന്നത്. നാളെ പിറ്റേ ദിവസമൊക്കെ ആവുമ്പോഴേക്കും തന്നെ നല്ല ഡാർക്ക് കളറാവും. ചൂടാറി കഴിയുമ്പോൾ തന്നെ ആവും. പിന്നെ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും നല്ല കട്ട കറുപ്പ് നല്ല കട്ട കറുപ്പ് നിറത്തിൽ വരും. ഞാൻ തേങ്ങാപ്പാലൊക്കെ മൊത്തം ഒഴിച്ച് കൊടുത്തപ്പോൾ വീണ്ടും ഉരുളി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതുവരെ ഇപ്പോൾ തീ നല്ലതുപോലെ കത്തുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയെടുക്കണം. ഫസ്റ്റ് തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ ഓയിലൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഇത് തെള്ളിയിട്ട് തിളച്ച് നമ്മുടെ കയ്യിലേക്കൊക്കെ പൊള്ളി പോകും കേട്ടോ. അതുകൊണ്ടാണ് ലാസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഭക്ഷണം കഴിക്കാത്ത നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇനിയിപ്പോൾ ആരുടെയെങ്കിലും മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്ക് കേട്ടോ. കാരണം എത്ര ഭക്ഷണത്തിനോട് മടുപ്പുള്ള ആളുകളാണെങ്കിലും മടി പിടിച്ചിരിക്കുന്ന ആളുകളാണെങ്കിലും ഈ ഒരു ലേഹ്യം കഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിശന്നിരിക്കും. അപ്പൊ നമ്മുടെ ലേഹ്യം ഇന്നത്തേക്ക്
നല്ലോണം തണുത്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബോട്ടിലാക്കി സൂക്ഷിക്കാം കേട്ടോ. ഗ്ലാസിന്റെ ജാറിലാക്കിയാൽ അത്രയും ബെറ്റർ ആണ്. പിന്നെ ഇപ്പൊ നല്ല ഡാർക്ക് കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ശർക്കര എടുക്കുന്നതിനനുസരിച്ചാണ് ഇതിന്റെ കളറ് ഡാർക്കായിട്ടും ലൈറ്റ് ആയിട്ടും നിൽക്കുക. ഒരുവിധം നെല്ലിക്ക തന്നെ നല്ല കറുപ്പ് കളറായിട്ട് തന്നെ ഇരിക്കും. ഞാനിവിടെ ഒരു ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, കാരണം സ്ഥിരമായിട്ട് എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കണ്ടെയ്നറാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളത് ഒരു ഭരണിയിലാക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ. സ്ഥിരമായിട്ട് എടുക്കുമ്പോൾ ചെറിയ ബോട്ടിലേക്ക് എടുക്കുന്നതാണ് നല്ലത്, കാരണം വലിയ ബോട്ടിൽ ഒന്നിച്ചാക്കിയിട്ട് എടുക്കാതെ. കാരണം നമ്മൾ എപ്പോഴും എടുക്കുന്ന സ്പൂണുകളൊക്കെ ക്ലിയർ ആണോ എന്നൊക്കെ ചെക്ക്, ചിലപ്പോ അഥവാ ഉപ്പിൽ എന്തെങ്കിലും കയറിയാലോ. പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പെട്ടെന്നൊന്നും ഇതൊരു 3 മാസം വരെ ഇത് തുടർച്ചയായിട്ട് നിൽക്കും, കേട് കൂടാണ്ട്, പൂപ്പലൊന്നും കയറാണ്ട്. ശർക്കരയും നെല്ലിക്കയും മാത്രം. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ പോലെ ഒന്നിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് മാത്രം ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഫസ്റ്റ് നെല്ലിക്കയും ശർക്കരയും കൂടെ കുക്ക് ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം നിങ്ങൾ ലേഹിയാക്കി മാറ്റുന്ന സമയത്ത് മാത്രം തേങ്ങാപ്പാലും മഞ്ഞളും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ ഇതൊന്ന് ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലേഹ്യം ഞാനൊരു ചെറിയ ബോട്ടിലാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. ഇതിപ്പോ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് കേട്ടോ ഒരു ബോട്ടില്. പിന്നെ കൂടുതൽ ബാക്കിയുള്ളത് വേറൊരു ഭരണിയിലേക്ക് മാറ്റാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇത്ര അധികം ഉണ്ടാക്കണമെന്നില്ല കേട്ടോ, അളവ് കുറച്ചിട്ട് ഉണ്ടാക്കാം. 2.5 കിലോ നെല്ലിക്കയിലേക്ക് 2.5 കിലോ ശർക്കര തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം മക്കൾ കഴിക്കണമെങ്കിൽ അത്രയും മധുരം വേണം. ഇവിടെ മക്കൾക്ക് കുറച്ച് മധുരം കുറച്ച് കൊടുത്ത് ശീലമായതുകൊണ്ടാണ് ഞാൻ ശർക്കരന്റെ അളവ് കുറച്ചിട്ടുള്ളത്. പിന്നെ ശർക്കര മാറ്റിയിട്ട് നിങ്ങൾക്ക് ഈന്തപ്പഴം ചേർക്കാം കേട്ടോ ഇതിലേക്ക്. ഈന്തപ്പഴം ചേർത്താലും ഇതേപോലെ തന്നെയാണ്. പിന്നെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റും. വലിയവർക്കായാലും കുട്ടികൾക്കായാലും നല്ല വിശപ്പ് ഉണ്ടാവും കേട്ടോ. ഇത് കഴിച്ചിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് വിശന്ന് തുടങ്ങും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ഹിസ് ലൈഫ്.